പാടില്ലെന്നുള്ള ഓർഡറുണ്ട്. ജാസിക് ഇഫ്സാർ മാത്രമേ ഇവിടെ പാടുള്ളൂ എന്നുള്ള ഈ ഉറപ്പിലാണ് പിള്ളേർക്ക് ഞാൻ ചില കോളേജിലെ ടീച്ചർമാർക്കും മാനേജ്മെൻറ്റുമാർക്കും പിള്ളേർ എന്തെങ്കിലും സ്വന്തമായിട്ട് പരിപാടികൾ കോളേജിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ചൊറിച്ചിലാണ്. അങ്ങനെ ചൊറിച്ചിൽ വരുന്ന ചില ടീച്ചർമാർ നമ്മൾ പണ്ട് മുതലേ കണ്ടുവരുന്നതാണ്. അപ്പം ഇന്നിപ്പം നടന്നൊരു സംഭവമാണ്. നമ്മുടെ ജാസി ഗിഫ്റ്റ് കോലഞ്ചേരി സെൻറ്റ് പീറ്റേഴ്സ് കോളേജിലെ ഒരു പരിപാടിക്ക് വേണ്ടി പോയി. അതായത് കോളേജിലെ പരിപാടിക്ക് വേണ്ടി പോയി. അവിടെ ചെന്ന് പുള്ളിക്കാരൻ പാട്ട് പാടാൻ വേണ്ടി മൈക്കെടുത്ത് പാട്ട് തുടങ്ങിയപ്പോഴത്തേക്കും അവിടുത്തെ പ്രിൻസിപ്പളിന് അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴേക്കും വന്ന് സ്റ്റേജിൽ കയറി വന്ന് മൈക്ക് വാങ്ങി കൂടെ പാടുന്നവൻ ജാസി ഗിഫ്റ്റിൻ്റെ കൂടെ പാടാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കി. ഇതാ നോക്ക്. അപ്പോൾ ഇതാണ് പ്രശ്നം. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിൻസിപ്പളിന് ജാസി ഗിഫ്റ്റ് മാത്രമേ പാടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ജാസി ഗിഫ്റ്റ് പാടാനേ പാടില്ല, ഉദ്ഘാടനം ചെയ്തിട്ട് പോകണം, അങ്ങനെയൊക്കെയുള്ളൊരു മെൻറ്റാലിറ്റി. സംഭവം വേറെ ഒന്നുമല്ല, ആ കുട്ടികളായിട്ട് തന്നെ ഉണ്ടാക്കിയ ഒരു പരിപാടിയാണ്, അല്ലെങ്കിൽ കുട്ടികളായിട്ട് തന്നെ ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിൻസിപ്പളിന് അത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവത്തിന് ജാസി ഗിഫ്റ്റ് മറുപടി തന്നിട്ടുണ്ട്. അപ്പോൾ ജാസി ഗിഫ്റ്റ് എന്താ പറയുന്നതെന്ന് നോക്കാം. ഇതിൽ ഇൻസൾട്ടായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ഞങ്ങൾ പാടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു മുന്നറിയിപ്പില്ലാതെ വന്ന് മൈക്ക് പിടിച്ചു വാങ്ങിച്ചിട്ട് പരിപാടി തടസ്സപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. ആക്ച്വലി നമുക്ക് പാടുക എന്നുള്ള സംഭവത്തിനാണ് നമ്മൾ കോളേജുകളിൽ പോകുന്നത്. നമ്മുടെ പ്രസംഗമല്ല ആൾക്കാർക്ക് കേൾക്കേണ്ടത്, പാടുക തന്നെയാണ്. പാടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു ആർട്ടിസ്റ്റിന്റെ മൈക്ക് വാങ്ങിച്ച് ആ പാട്ട് നിർത്താൻ പറയുന്നത് ഒരു ഭയങ്കര ഇൻസൾട്ടിങ് ആയിട്ട് തോന്നി. അത് കണ്ട ഒത്തിരി പേര് നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്തു. ആക്ച്വലി നമ്മൾ പാടാൻ വേണ്ടി തന്നെയാണ് പോയത്, അത് അവർക്കറിയാം. അവർ സ്റ്റേജിൽ നേരത്തെ ഉണ്ടായിരുന്നു, എന്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോഴും അവരുണ്ട്. പക്ഷെ പാടി തുടങ്ങിയപ്പോഴത്തേക്ക് എന്റെ കൂടെ പാടുന്ന ഒരു സജിൻ, അദ്ദേഹം ആക്ച്വലി ഈ പാട്ടിന്റെ ഒറിജിനൽ റെക്കോർഡിലൊക്കെ പാടിയിരിക്കുന്ന ആൾ തന്നെയാണ്. ആ ഒറിജിനൽ റെക്കോർഡ് പാടിയ പോർഷനാണ് പുള്ളി പാടുന്നത്, എന്റെ കൂടെ നിന്ന് പാടുന്നത്. അത് ആക്ച്വലി ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി വന്നു എന്നുള്ളതാണ് അവരുടെ ഒരു സംസാരം. പക്ഷെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഇടയ്ക്ക് വന്ന് തടസ്സപ്പെടുത്തിയതൊട്ട് ശരിയായില്ലെന്നുള്ള ഒരു അഭിപ്രായം എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടായി. ഞങ്ങൾക്കും അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. കോളേജിലെ എല്ലാവരുടെയും സമ്മതപ്രകാരമാണ് നമ്മളവിടെ പോകുന്നത്. കോളേജ് യൂണിയനും അവിടുത്തെ മാനേജ്മെന്റും എല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മളവിടെ പോകുന്നത്. അല്ലാതെ നമ്മൾ ആക്ച്വലി നമുക്ക് എപ്പോഴും ഒരു എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ കാണും. അതിൽ വ്യക്തമായിട്ട് നമ്മൾ ഇങ്ങനെ മെൻഷൻ ചെയ്യും. ഇത്ര സോങ് എന്ന് വരെ നമ്മൾ പറയും, ഇത്ര സോങ് പാടും. ഇത് ഒരു 3-4 സ്പെസിഫിക് ആയിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് പറഞ്ഞ എല്ലാ പെർമിഷനോട് കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഏതായാലും ആ കോളേജിലെ പിള്ളേർ നല്ല ഉശിരം പിള്ളേരായതുകൊണ്ട് തന്നെ ഈ പ്രിൻസിപ്പളിനെതിരെ പോയിട്ട് ഏതായാലും സമരം ചെയ്യുന്നുണ്ട്. എന്തരായാലും ഒരാളെ ഒരു കോളേജിലേക്ക് വിളിച്ചു വരുത്തി, കോളേജിൽ നിന്നല്ല ഏത് പരിപാടിക്കാണെങ്കിലും വിളിച്ചു വരുത്തിയിട്ട്, അതൊരു കലാകാരനെ വിളിച്ചു വരുത്തിയിട്ട് പാടുന്നതിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ പരിപാടി അവതരിപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മൈക്ക് മേടിച്ചിട്ട് ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് വളരെ മോശമാണ്. അതും ഇത്രയും വിദ്യാഭ്യാസവും ഇത്രയും വലിയ സംഭവമായിട്ട് നടക്കുന്ന ടീച്ചർമാർ തന്നെ. ഇപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം, ഈ വിദ്യാഭ്യാസം കൊണ്ട് ഒരു കാര്യമില്ല. അതായത് തലക്കകത്ത് എന്തെങ്കിലും ഒരു ആൾതാമസം വേണം. അല്ലാതെ വെറുതെ കുറേ വിദ്യാഭ്യാസം നേടി അല്ലെങ്കിൽ കുറേ വലിയ ഡിഗ്രി മേടിച്ച് കുറേ പിള്ളേരെ പഠിപ്പിച്ച് പ്രിൻസിപ്പളായി എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. തലക്കകത്ത് ആൾതാമസം വേണം. തലക്കകത്ത് ആൾതാമസം ഇല്ലാത്തവർ ഇതേപോലെ ഈ വരുന്ന ഗസ്റ്റിനോട് എങ്ങനെ പെരുമാറണം എന്ന് പോലും അറിയാത്ത ഇതേപോലെ കുറേ ടീമുകളെ ഉണ്ടാക്കി വിടും.